വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. 2025 ആദ്യത്തെ സ്മാർട്ട് ഫോൺ റിവ്യൂ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ചൊരു പ്രീമിയം അല്ലെങ്കിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ഒരു സ്മാർട്ട് ഫോൺ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി ഹുവാവി മേറ്റ് X6 ഹുവാവിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ഫോൾഡബിൾ സ്മാർട്ട് ഫോണാണ്. ഇനി ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അതിനു മുമ്പ് ഇതിൽ നമുക്ക് കാണാം ഒട്ടുമിക്ക ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിലുള്ള ജിമെയിൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗൂഗിൾ ഫോട്ടോസ്, അല്ലെങ്കിൽ ഗൂഗിൾ മാപ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈവൻ യൂട്യൂബ് അടക്കം ഒരു പ്രശ്നമില്ലാതെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അതെങ്ങനെയാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതെന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇടയിലൂടെ പറയുന്നതാണ് എങ്ങനെയാണ് ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തത് എന്നത്. എനിവേ സമയം കളയേണ്ട, നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ബോക്സിനകത്ത് സ്മാർട്ട് ഫോൺ കൂടാതെ സ്മാർട്ട് ഫോണിൻ്റെ അതേ സെയിം കളറുള്ള ഒരു ലെതർ ഫിനിഷോട് കൂടിയിട്ടുള്ളൊരു ബൈക്ക് കേസ് ഉണ്ട്. അത് തന്നെ വിത്ത് സ്റ്റാൻഡോട് കൂടിയിട്ടുള്ളതാണ്. റൊട്ടേറ്റബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു കിടിലൻ കേസ് തന്നെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. പിന്നീടുള്ളത് 66 വാട്ടിൻ്റെ ഒരു ചാർജർ അഡാപ്റ്ററും Type A to Type C ചാർജിങ് കേബിളും. 3 കളേഴ്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആകുന്നത്. നമ്മുടെ കയ്യിലുള്ളത് നെബുല റെഡാണ്, വീഗൻ ലെതറാണ് ബാക്ക് പാനലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ വീഗൻ ഫൈബർ മെറ്റീരിയലിൽ ബ്ലാക്കിലും നെബുല ഗ്രേയിലും അവൈലബിൾ ആണ്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ടത് ബോഡി തിക്നെസ് തന്നെയാണ്. ഈ ഒരു ഫോൾഡ് ചെയ്ത സമയത്ത് പോലും 9.9 mm ആണ് ബോഡി തിക്നെസ് വരുന്നത്. അൺഫോൾഡ് ചെയ്ത സമയത്താണെങ്കിൽ 4.6 mm മാത്രമാണ് ബോഡി തിക്നെസ്. വൺ ഓഫ് ദ സ്ലിമ്മസ്റ്റ് ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ എന്ന് പറയാം. അതുപോലെ തന്നെ 239 gram ആണ് ഇതിൻ്റെ ബോഡി വെയിറ്റ് വരുന്നത്. ഈ ഒരു നെബുല റെഡിൽ ബാക്ക് പാനലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് വെഗൻ ലെതറാണ്. മറ്റ് 2 കളേഴ്സിൽ യൂസ് ചെയ്തിരിക്കുന്നത് വെഗൻ ഫൈബർ ആണ്. അതുപോലെ തന്നെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് നിൽക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു പ്രീമിയം ലുക്ക് നൽകുന്ന രീതിയിലുള്ള ഒരു ക്യാമറ മൊഡ്യൂൾ കാണാൻ സാധിക്കും. എനിവേ റൈറ്റ് സൈഡിലാണ് ഫിംഗർ പ്രിന്റ് സ്കാനറോട് കൂടിയിട്ടുള്ള പവർ ബട്ടണും വോളിയം റോക്കേഴ്സും കാണാൻ സാധിക്കുക. മുകൾ വശത്തായിട്ട് നമുക്ക് സ്പീക്കറുകളിൽ IR ബ്ലാസ്റ്റർ, അതുപോലെ തന്നെ നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്. താഴ്വശത്താണ് സിം ട്രീ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരേ സമയം 2 നാനോ സിം കാർഡാണ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. മെമ്മറി കാർഡ് ഓപ്ഷൻ ഇല്ല. Type C ചാർജിങ് പോർട്ട്, സെക്കൻഡറി സ്പീക്കർ ഗ്രില്ല്, അതുപോലെ തന്നെ നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഡിസൈനിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ IPX8 റേറ്റഡോട് കൂടിയിട്ടുള്ള വാട്ടർ റെസിസ്റ്റൻസ് സ്മാർട്ട് ഫോൺ കൂടിയാണിത്. എനിക്ക് ഓവറോൾ ഇതൊരു പ്രീമിയം സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ ആ ഒരു പ്രീമിയം ലുക്ക് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറഞ്ഞത് ഈ ഒരു ബോഡി തിക്നെസ് ഇത്ര കുറവായതുകൊണ്ട് തന്നെ ശരിക്കും നമുക്കൊരു ഫോൾഡിങ് ഡിവൈസ് ആണ് നമ്മുടെ കയ്യിലുള്ള എന്നൊരു ഫീല് നമുക്ക് ലഭിക്കുന്നില്ല. സാധാരണ ഒരു സ്മാർട്ട് ഫോൺ എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നത് ആ ഒരു ലെവലിൽ തന്നെയാണ് എനിക്ക് ആ ഒരു ഡിസൈനിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഡിസ്പ്ലേയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 6.93 ഇഞ്ചാണ് മെയിൻ ഡിസ്പ്ലേ യൂസ് ചെയ്തിരിക്കുന്നത്. 6.45 ഇഞ്ചിൻ്റെതാണ് കവർ ഡിസ്പ്ലേ വരുന്നത്. രണ്ടും ഫുൾ HD+ ആണ് റെസൊല്യൂഷന്. കൺലോൺ ഗ്ലാസ് 2 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ LTPO ഡിസ്പ്ലേ ആണ്. 1 Hz മുതൽ 120 Hz വരെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ 2 ഡിസ്പ്ലേയിൽ യൂസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ അനുസരിച്ച് മാത്രമാണ് ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് യൂസ് ചെയ്യുക. അതായത് നമ്മുടെ സ്മാർട്ട് ഫോൺ തീരെ യൂസ് ചെയ്യാതിരിക്കുന്ന ആ ഒരു സമയത്താണെങ്കിൽ 1 Hz എന്നുള്ള ആ ഒരു ലോ റിഫ്രഷ് റേറ്റിലേക്ക് പോവുകയും മറ്റുള്ള ആപ്ലിക്കേഷന് ഏതൊക്കെ തരത്തിലുള്ള റിഫ്രഷ് റേറ്റ് ആണ് വേണ്ടത് അത്തരത്തിൽ മാത്രം യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബാറ്ററി കൺസപ്ഷൻ താരതമ്യേന ഈ ഒരു സ്മാർട്ട് ഫോണിൽ കുറവായിരിക്കും. പിന്നീട് എടുത്ത് പറയേണ്ട മറ്റു കാര്യങ്ങളെന്ന് പറയുന്നത് 417 പിക്സൽ പെർ ഇഞ്ചാണ് ഈ ഒരു മെയിൻ ഡിസ്പ്ലേയുടെ പിക്സൽ വാല്യൂ എങ്കിൽ 413 പിക്സൽ പെർ ഇഞ്ചാണ് ഈ ഒരു കവർ ഡിസ്പ്ലേയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ 2 ഡിസ്പ്ലേയും സൂപ്പർബായിട്ടുള്ള ക്രിസ്പായിട്ടുള്ള ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള ഡിസ്പ്ലേ വിഷ്വൽസ് ആസ്വദിക്കാൻ നമുക്കിതിൽ സാധിക്കുന്നത്. അതുപോലെ തന്നെ 1800 nits ആണ് മെയിൻ ഡിസ്പ്ലേയുടെ ആ ഒരു പീക്ക് ബ്രൈറ്റ്നസ് ലെവൽ എങ്കിൽ 2500 nits ആണ് ഈ ഒരു കവർ ഡിസ്പ്ലേയുടെ പീക്ക് ബ്രൈറ്റ്നസ് ലെവൽ. അതുകൊണ്ട് തന്നെ വെളിയിൽ പോയാൽ ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും നല്ല രീതിയിൽ തന്നെ ഇതിൽ കാര്യങ്ങളൊക്കെ നമുക്കിതിൽ റീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മെയിൻ ഡിസ്പ്ലേയിലെ ആ ഒരു ക്രീസാണ്. താരതമ്യേന മറ്റ് ഫോൾഡ് സ്മാർട്ട് ഫോണുകളൊക്കെ അപേക്ഷിച്ചിട്ട് ഇതിൽ നമുക്ക് അതൊരു ഫീൽ ചെയ്യുന്നില്ല. ശരിക്കും ഒരു വലിയൊരു ടാബ്ലറ്റൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു തരത്തിലുള്ള ഒരു ഫീൽ ചെയ്യില്ല. വളരെ ചെറുതായിട്ടുള്ള രീതിയിലുള്ള ഒരു ക്രീസ് മാത്രമേ നമുക്ക് ഇതിൽ ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ഈവൻ ഗെയിമിംഗ് ഒക്കെ നമ്മൾ ഈ ഒരു വലിയ ഡിസ്പ്ലേയിൽ ആസ്വദിക്കുന്ന സമയത്ത് ആ ഒരു സെൻറ്ററിലുള്ള ആ ഒരു പോർഷൻ നമുക്ക് ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് നമുക്ക് വലിയ രീതിയിൽ ഇതിൽ ഫീൽ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഇതിൻ്റെ ഹിഞ്ചസ്. അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള, കഴിഞ്ഞ വർഷത്തെക്കാളും കൂടി കുറച്ചും കൂടി ഡ്യൂറബിലിറ്റി ഉള്ള, അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഹിഞ്ചസ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അലൂമിനിയം ഫ്രെയിം ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിതൊരു ടഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അല്ലെങ്കിൽ ഒരു ഇത്തിരി കൂടി ഡ്യൂറബിലിറ്റി ഉള്ള ഒരു ഫോൾഡ് ഡിവൈസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഡിസ്പ്ലേ വൈസ് പറയുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ഫോൾഡബിൾ സ്മാർട്ട് ഫോണിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു മേറ്റ് X6ൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒന്നാണ് ക്യാമറ എന്ന് പറയുന്നത്. 3 ക്യാമറയാണ് പിറകിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 50 MP മെയിൻ ലെൻസ് വിത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനോട് കൂടിയിട്ടുള്ളതും
48 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസ് 4x ഒപ്റ്റിക്കൽ സൂമോട് കൂടിയിട്ടുള്ള ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനോട് കൂടിയിട്ടുള്ളതും മൂന്നാമത്തെ ക്യാമറ എന്ന് പറയുന്നത് 40 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസ്. എനിവേ റിയർ ക്യാമറ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സൂപ്പർബ് എന്നുള്ള രീതിയിൽ പറയാൻ സാധിക്കും. എസ്പെഷ്യലി മെയിൻ ക്യാമറയെ കമ്പനി പറയുന്നത് അൾട്രാ ക്രോമ ക്യാമറ എന്നുള്ള രീതിയിലാണ്. അതായത് ഇതിലെടുക്കുന്ന ഫോട്ടോസൊക്കെ അത്രയും കളർ ആക്യുറസി ആയിട്ടുള്ള രീതിയിലായിരിക്കും ഔട്ട്പുട്ട് ലഭിക്കുക. മിക്ക ഫോട്ടോസിലും എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്, കാരണം നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സ് എന്നുള്ള രീതിയിലാണ് തോന്നിയിട്ടുള്ളത്. എനിവേ മെയിൻ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസ് സൂപ്പർബ് എന്നുള്ള രീതിയിൽ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. എസ്പെഷ്യലി ഡീറ്റെയിൽ വൈസ് പറയാനാണെങ്കിൽ ഗംഭീരമായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഷാർപ്നെസ്സും കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഡയലറ്റ് പെർഫോമൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും HDR പെർഫോമൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലാണെങ്കിൽ സൂപ്പർബായിട്ടുള്ള നൈറ്റ് ഫോട്ടോഗ്രാഫി ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഈ ഒരു മെയിൻ ക്യാമറയിൽ ഡിഫറെൻറ്റ് അപ്പാച്ചർ നമുക്ക് ഇതിൽ ചൂസ് ചെയ്യാൻ സാധിക്കും. അതായത് 1x-ലും 2x-ലൊക്കെ എടുക്കുന്ന സമയത്താണെങ്കിൽ f1.4 മുതൽ f2.0 അതുപോലെ തന്നെ f4.0 എന്നുള്ള രീതിയിൽ ഡിഫറെൻറ്റ് അപ്പാച്ചർ നമുക്കിതിൽ ആ ഒരു ക്യാമറ തന്നെ ചൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ബൊക്കെ എഫക്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് മെയിൻ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ എടുത്ത് പറയുന്ന മറ്റൊരു കാര്യമാണ് ടെലിഫോട്ടോ ലെൻസ്. അതിൽ തന്നെ എസ്പെഷ്യലി പോർട്രേറ്റ് ഫോട്ടോസ്, ഹ്യൂമൻ പോർട്രേറ്റ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഗംഭീരമായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് മിക്ക ഫോട്ടോസിലും കാണാൻ സാധിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി എഡ്ജ് ഡിറ്റക്ഷനും ആ ഒരു ബൊക്കെ എഫക്റ്റ് ഒക്കെ സൂപ്പർബാണെന്ന് പറയാം. അതേപോലെ തന്നെ ആ ഒരു ടെലിഫോട്ടോ ലെൻസ് നമുക്ക് മാക്രോ ക്യാമറ ആയിട്ട് യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ അപ് ടു 5 സെൻറ്റിമീറ്ററിനുള്ളിൽ നമ്മൾ ഒബ്ജക്റ്റിനൊക്കെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും നല്ല ഷാർപ്പായിട്ടുള്ള മാക്രോ ഫോട്ടോസും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അൾട്രാ വൈഡ് ലെൻസിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. എനിവേ സെൽഫി ക്യാമറയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കവേർഡ് ഡിസ്പ്ലേയിലും അതുപോലെ തന്നെ മെയിൻ ഡിസ്പ്ലേയിൽ ഉപയോഗിച്ചിരിക്കുന്നത് 8 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ ആണെങ്കിലും ഞാൻ പ്രധാനമായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ആ ഒരു കവേർഡ് ഡിസ്പ്ലേയിലുള്ള ആ ഒരു ക്യാമറയാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു ക്വാളിറ്റി എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഞാൻ എടുത്തിരിക്കുന്ന മിക്ക ഫോട്ടോസ് നല്ല ഷാർപ്പായിട്ടും ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു 8 മെഗാ പിക്സലിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസ് എന്നുള്ള രീതിയിൽ ഫീൽ ചെയ്യില്ല, കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി ഡയലൈറ്റ് പെർഫോമൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും HDR പെർഫോമൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും പോർട്രേറ്റ് ഫോട്ടോസ്, അത് ബൊക്കയുടെ കാര്യമാണെങ്കിലും എഡ്ജ് ഡിറ്റക്ഷനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഷാർപ്പായിട്ടുള്ള ഫോട്ടോസ് ലഭിക്കുന്നുണ്ട്. ഈവൻ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലാണെങ്കിലും നല്ല രീതിയിലുള്ള നൈറ്റ് ഫോട്ടോഗ്രാഫി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഓവറോൾ ക്യാമറ പെർഫോമൻസ് പറയാനാണെങ്കിൽ ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ള ഫോൾഡിംഗ് ഡിവൈസിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള ക്യാമറ പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു ഫോൾഡിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സ്മാർട്ട് ഫോണിൽ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഇതിൽ ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമറ പെർഫോമൻസ് എന്നുള്ള രീതിയിൽ തന്നെ നിസ്സംശയം ഈ ഒരു Mate X6-ന്റെ ക്യാമറയെ പറയാൻ സാധിക്കും. റിയർ ക്യാമറ വീഡിയോ ഫുട്ടേജ് ആണ് 4K 60 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. അതിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. EAS സപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള സ്റ്റെബിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. കളേഴ്സൊക്കെ ഒരു നാച്ചുറൽ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം നല്ല ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈവൻ HDR പെർഫോമൻസ് നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓവറോൾ വീഡിയോ പെർഫോമൻസ് വൈസ് പറയാനാണെങ്കിൽ ഫോൾഡിംഗ് ഡിവൈസിൽ വൺ ഓഫ് ദ ബെസ്റ്റ് വീഡിയോ ഫുട്ടേജ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. സെൽഫി വീഡിയോ ഫുട്ടേജ് ആണ് 4K 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. അതിലാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. EAS സപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലൊരു സ്റ്റെബിലിറ്റി കാണാൻ സാധിക്കും. എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല ഡീറ്റെയിൽസ് നമുക്ക് ഫേസിലും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിലും കാണാൻ സാധിക്കും. ഈവൻ HDR പെർഫോമൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും അതും നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓവറോൾ വീഡിയോ പെർഫോമൻസ് വൈസ് പറയാനാണെങ്കിൽ ഫോൾഡബിൾ ഡിവൈസിൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഫുട്ടേജ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഹാർഡ്വെയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ കിരിൻ 9020 എന്ന് പറയുന്ന 4G ചിപ്സെറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഒക്ടാ കോറിൽ 2.5 GHz ആണ് ക്ലോക്ക് സ്പീഡ്. പെർഫോമൻസ് സൈഡ് ഇപ്പോൾ ഇത്രയും ദിവസം യൂസ് ചെയ്ത എക്സ്പീരിയൻസിൽ അങ്ങനെ പറയത്തക്ക രീതിയിലുള്ള ഇഷ്യൂസ് ഒന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അത്യാവശ്യം ഫാസ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് തന്നെ എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. സ്പെഷ്യലി ഗെയിമിങ്ങിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പോലും അത് ഈ പറഞ്ഞിട്ടുള്ള മെയിൻ ഡിസ്പ്ലേ ആണെങ്കിലും കവർ ഡിസ്പ്ലേയിലാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗെയിമും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കളിക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. ലാഗ് ഫ്രീ ആയിട്ട് തന്നെ എനിക്കിതിൽ ഗെയിം കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. എനിവേ ഒരു മെമ്മറി വേരിയൻ്റാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഖത്തറിൽ അവൈലബിൾ ആകുന്നത്. 12GB റാമിൽ 512GB. അതിൽ മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. എനിവേ കണക്ടിവിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഡ്യുവൽ 4G LTE ബാൻഡ് ഇതിൽ സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ബ്ലൂടൂത്തിൻ്റെ 5.2 ആണ് വരുന്നത്. വൈഫൈ വരുന്നത് 6 ആണ്. IR ബ്ലാസ്റ്റർ ഇതിൽ സപ്പോർട്ടാണ്. NFC ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടാണ്. ഇനി സോഫ്റ്റ്വെയറിൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ EMUI 15 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തത് കാണിച്ചു തന്നിരുന്നു. അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറയുമെന്ന് പറഞ്ഞിരുന്നു. അതിനു മുമ്പ് നിലവിൽ ഇപ്പോൾ ഗൂഗിൾ ഫോട്ടോസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ Gmail ആയിക്കോട്ടെ, ഗൂഗിൾ മാപ്സ്, അല്ലെങ്കിൽ യൂട്യൂബ്, അതുപോലെ തന്നെ ഗൂഗിൾ ഡ്രൈവ് തുടങ്ങിയിട്ടുള്ള ഒട്ടുമിക്ക ഗൂഗിൾ റിലേറ്റഡ് ആപ്ലിക്കേഷന് സ്മൂത്തായിട്ട് ഇതുവരെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹുവാവിയുടെ ആപ്പ് ഗാലറിയിൽ നമുക്ക് Gbox എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം
ആ ഒരു ആപ്ലിക്കേഷനുള്ളിൽ നമുക്ക് പ്ലേ സ്റ്റോർ ലഭിക്കുന്നതാണ്. സാധാരണ രീതിയിൽ ജിമെയിൽ നമ്മൾ സൈൻ ഇൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒട്ടുമിക്ക ആപ്ലിക്കേഷൻ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ 100% ആപ്ലിക്കേഷൻ ഇതിൽ സപ്പോർട്ടാകും എന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും ഒട്ടുമിക്ക ആപ്ലിക്കേഷനും കാര്യങ്ങളും നമുക്കിതിൽ ഇൻസ്റ്റാൾ ചെയ്യും. ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്കിതിൽ നിലവിൽ യൂസ് ചെയ്യാൻ കൂടി ഇതിൽ സാധിക്കുന്നുണ്ട്. എനിവേ മറ്റുള്ള സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആസ് യൂഷ്വൽ ഇത് ഫോൾഡിംഗ് ഡിവൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മൾട്ടി ടാസ്കിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒരേ സമയം നമുക്ക് 3ഓളം ആപ്ലിക്കേഷൻ നമുക്കിതിൽ യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരേ സമയം നമുക്ക് 2 ആപ്ലിക്കേഷൻ ഡിവൈഡ് ചെയ്തുകൊണ്ടും ഇതിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒത്തിരി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എനിവേ ഓവറോൾ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ മുൻ വർഷത്തേക്കാൾ കുറച്ചും കൂടി മികച്ചതായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ബാറ്ററിയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 5110 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 66 വാട്ടിൻ്റെ ചാർജർ നമുക്ക് ഈ ഒരു ബോക്സിനകത്ത് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 50 വാട്ടിൻ്റെ 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടാണ്. 7.5 വാട്ടിൻ്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ് കൂടി ഇതിൽ സപ്പോർട്ടാണ്. എനിവേ ബാറ്ററി ലൈഫ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മളൊരു നോർമൽ യൂസേജ് സമയത്താണെങ്കിൽ നമുക്ക് ഒരു ദിവസത്തിന് മുകളിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി അതല്ല നമ്മളൊരു ഹെവി യൂസ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു ദിവസത്തോളം ഈ ഒരു ബാറ്ററി ലൈഫ് ലഭിക്കുന്നുണ്ട്. ഫോൾഡിംഗ് ഡിവൈസുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബാറ്ററി ലൈഫ് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ എനിക്ക് ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ലൗഡിയാണ്. ഭയങ്കര സൂപ്പർ ലൗഡിയല്ല, പക്ഷേ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ സൗണ്ട് ഔട്ട്പുട്ട് ക്വാളിറ്റിയാണ് കേൾക്കാൻ സാധിച്ചത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ ഫാസ്റ്റ് ആൻഡ് ആക്യുറേറ്റ് ആയിട്ട് നമുക്കിവിടെ ഫിംഗർ ലോക്ക് വർക്ക് ചെയ്യുന്ന കാണാൻ സാധിക്കും. ജസ്റ്റ് ഒരു ടച്ചിൽ തന്നെ നമുക്കിതിൽ ഫിംഗർ ലോക്ക് ഓപ്പൺ ആകുന്നുണ്ട്. ഇനി ഫേസ് ലോക്കിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 2D ഫേസ് ലോക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ട് ഫേസ് ലോക്കും ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 7119 ഖത്തറിയാൽ, ഏകദേശം ഇന്ത്യയുടെ 1,65,000 രൂപയാണ് ഇതിന് ഒഫീഷ്യൽ പ്രൈസ് വരുന്നത്. ഇനി ഈ ഒരു 2025 ജനുവരി 15 പ്രീ ബുക്ക് ചെയ്യുന്നവർക്ക് ഹുവാവിയുടെ GT4 വാച്ചിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ വേർഷനും അതുപോലെ തന്നെ ഹുവാവി കെയർ പ്ലസ് ലഭിക്കുന്നതാണ്. ഹുവാവി കെയർ പ്ലസ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ ഈ ഒരു സ്മാർട്ട് ഫോണിന് അത് ഡിസ്പ്ലേ പൊട്ടുകയോ ഫിസിക്കൽ ഡാമേജ് എന്തോ വന്നോട്ടെ അവർ ഫ്രീ ഓഫ് കോസ്റ്റിൽ ഒരു തവണ അവർ ചേഞ്ച് ചെയ്ത് തരുന്നതാണ്. എനിവേ ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള 1-2 പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ തിക്നെസ് ആണ്. ഏറ്റവും സ്ലിം ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ ഒന്നായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫോൾഡിംഗ് ഡിവൈസ് എന്നുള്ളൊരു ഫീൽ ലഭിക്കില്ല. രണ്ടാമത്തെ കാര്യം ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഗംഭീരമായിട്ടുള്ള ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ എന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ബാക്കിയുള്ള സ്റ്റീരിയോ സ്പീക്കേഴ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും പെർഫോമൻസ് ആയിട്ടുള്ളൊക്കെ നമുക്ക് അത്യാവശ്യം ഒരു ഓക്കെ ലെവൽ എന്നുള്ള രീതിയിൽ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. എനിവേ എന്താണോ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് ഫീൽ ചെയ്തിട്ടുള്ളത് ആ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നുള്ളവർക്ക് ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങൾ കൂടെ നിങ്ങൾക്ക് ചോദിക്കാനായിട്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് ചോദിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ അതിനു മുമ്പ് വീഡിയോസും ചാനൽ യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചോളി. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.